നമസ്കാരം, സൂപ്പർ സാറാണ്. നമ്മുടെ ഈ വർഷത്തെ +2 റെഗുലർ റിസൾട്ട് മെയ് 21 വരുമെന്ന് പറഞ്ഞേക്കുന്നത്. ആ റിസൾട്ട് കാത്തിരിക്കുന്ന കഴിഞ്ഞ വർഷം ഫെയിലായ ഒത്തിരി കുട്ടികളുണ്ട്, ഈ വർഷം എഴുതിയിട്ടുള്ളവരുണ്ട്, പിന്നെ കുറച്ചുപേര് എഴുതാത്തവരും ഉണ്ട്. ഈ റിസൾട്ടൂടെ വന്ന ശേഷം വേണം, ഇപ്പൊ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു, അതിന്റെ മാർക്ക് ഇങ്ങനെ കൂടുതലും കുറവൊക്കെ വെച്ചുകൊണ്ട് +2 റിസൾട്ടൂടെ നോക്കിയിട്ട് വേണം സേ എഴുതണോ വേണ്ടയോ എന്നുള്ളത് അവർ തീരുമാനിക്കാൻ. ഇന്നത്തെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എഴുതേണ്ടവർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് പഠിച്ചിപ്പോഴേ തുടങ്ങണോ, ചെറിയൊരു സമയം കൊണ്ട് ഞാനതൊന്ന് പറയാം. നമുക്കിപ്പോഴത്തെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് നിങ്ങൾ കണ്ടു കാണും. ആ മാർക്ക് നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണോ അത് വെച്ചുകൊണ്ട് ഇപ്പൊ +2 നിങ്ങൾ എഴുതി റിസൾട്ട് ഇപ്പൊ കിട്ടാനുള്ളവർ മാർക്ക് എത്രത്തോളം ഏകദേശമൊക്കെ നിങ്ങൾക്ക് അറിയാം, എത്രത്തോളം ഇനി വേണ്ടി വരുമെന്ന്. അത് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു 7 ദിവസം, ഇപ്പൊ നമുക്കിപ്പോ ഇന്ന് 13 നമുക്ക് 21 പറയുന്നത്, ഇനി 7 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ 7 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതണമെന്ന് ഇപ്പോഴത്തെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്ന ശേഷം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അല്ലെങ്കിൽ നമുക്ക് സമയം വളരെ വളരെ കുറച്ചായിരിക്കും കിട്ടുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഫോമായി കാര്യങ്ങളായി, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. നന്നായിട്ട് ആവശ്യമുള്ളവർ, ഉറപ്പായിട്ട് എഴുതണമെന്നുള്ളവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഈ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. ഒരു ദിവസം 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തോറ്റ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കി ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളോടൊന്നും ഇപ്പോഴേ ശ്രദ്ധിക്കരുത്. ഈ വർഷത്തെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇനി ഒരു പുതിയ കാര്യം ചിന്തിക്കാവുള്ളൂ. കാരണം ഇവരെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഒരു വർഷം നഷ്ടപ്പെടും. അതുകൊണ്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ്, ഈ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്ന ശേഷം അവർക്ക് ഇനി +2 കൂടെ കിട്ടാനുള്ള മാർക്ക് എത്രത്തോളം ആകും എന്നുള്ളത് മനസ്സിലാക്കിയാൽ വേണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴേ ഒന്ന് തീരുമാനിക്കാം പല കുട്ടികൾക്കും. പിന്നെ കുറച്ച് ചുരുക്കം കുട്ടികൾക്ക് അതുകൂടെ കഴിഞ്ഞെങ്കിലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ ചിലര് +2 എക്സാം എഴുതാത്തവർ കഴിഞ്ഞ വർഷത്തെ +2 സേയോ +2 റെഗുലറോ അതിൻ്റെ നല്ല ബെസ്റ്റ് മാർക്കും ഈ ഇംപ്രൂവ്മെന്റ് മാർക്ക് കൂടെ ചേരുമ്പോൾ 36 ആയാലും മതിയായിരുന്നു. പക്ഷെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു, ജയിച്ചോ തോറ്റോ എന്നുള്ളവർ, അവർക്കൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. മീൻസ് തോറ്റവർ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങണം. ഈ ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഉറപ്പായിട്ടും അതിനെയൊക്കെ അങ്ങ് ഇറങ്ങിത്തിരിക്കുക, എന്തൊക്കെ വേണ്ടെന്നുള്ളത് കളക്ട് ചെയ്യുക, ഇത് അങ്ങോട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങളെ ഉറപ്പിച്ച് ജയിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ തരുന്നത്. നമ്മൾ വർഷങ്ങളുടെ അതിൻ്റെ പാരമ്പര്യമുള്ളതാണ്. ഒത്തിരി കുട്ടികളെ നമ്മൾ ജീവിതത്തിലോട്ട് വിട്ടിട്ടുണ്ട്. മീൻസ് അവർ തോറ്റു എന്ന രീതിയിൽ കൂടി ഇരുന്നവരെ എല്ലാം നമ്മൾ ജയിപ്പിച്ച് അവർക്ക് അടുത്ത ഒരു കോഴ്സിലോട്ട് പോകാനുള്ള എല്ലാ വഴികളും തുറന്നു വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. നന്നായിട്ട് നിങ്ങളെ ഉറപ്പിച്ച് ജയിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സും അതിനോടൊപ്പം തന്നെ നോട്ട്സും കിട്ടും. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മറക്കണ്ട, ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജീവിതവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.